ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലഹു വബഅദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ്. നമ്മൾ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന ഭാഗമാണ് വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ എന്നുള്ളിടത്തും ഇവിടെ എന്തിനാണ് ഈ ആയത്ത് വന്നത് എന്ന വിഷയമാണ് പറഞ്ഞത്. യുദ്ധ സാഹചര്യത്തിൽ ആണല്ലോ ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഖന്തഖ് യുദ്ധത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട് എന്നുള്ളതിൽ ആ മാതൃക എല്ലായിടത്തേക്കും എല്ലാ വിഷയത്തിലുമാണ് ആണ് നമ്മൾ പറഞ്ഞു. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്ന വിഷയത്തിൽ അസ്ലുൻ കബീർ, ഏറ്റവും വലിയ അടിസ്ഥാനം. അസ്ലുൻ കബീറുൻ ഫി തഅസ്സി ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജമീ അഹ്വാലിഹി ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലിഹി. അല്ലേ, നമുക്ക് കുറച്ച് വിഷയങ്ങളുണ്ട്. അതൊന്ന് ലഖദ് കാന ലക്കും, നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട് ഇതാണ് അവിടെ ലഖദ് എന്നുള്ളത്. വല്ലാഹി ലഖദ് എന്ന അർത്ഥത്തിൽ ഫി റസൂലില്ല എന്നാണ്. ഫി റസൂലില്ല എന്നെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ എന്നാണ്. ഫി എന്ന് പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മുഴുവൻ എന്നാണ്. മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അവസ്ഥകൾ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മുഴുവൻ, അതാണ് ഈ ഫി പ്രയോഗിച്ചത്. റസൂലുള്ളാഹിയിൽ തീർച്ചയായും നിങ്ങൾക്കുണ്ട് എന്നാണ്. ഉസ്വത്തുൻ ഹസനത്തുൻ, ഉസ്വത്ത് എന്ന് പറഞ്ഞാൽ കുദുവത്ത്, മാതൃക. കുദുവത്ത് എന്ന അർത്ഥത്തിൽ കുദുവത്ത് എന്നും ഖിദ്വത്ത് എന്നും പറയും. അതേപോലെ തന്നെയാണ് ഇവിടെ ഉസ്വത്തുൻ എന്നും ഇസ്വത്തും എന്നും ഖിറാഅത്തുണ്ട്. ഉസ്വത്തുൻ എന്ന് ഖിറാഅത്തുണ്ട്, ഇസ്വത്തുൻ എന്ന് ഖിറാഅത്തുണ്ട്. ഒരു ഖിറാഅത്ത് 7 ഖുറാകളിൽ ആസിം ഇബ്നു അബിൻ നുജൂദ് മാത്രമാണ് ഉസ്വത്തുൻ എന്ന് ഓതിയത്. ഉസ്വത്തുൻ, ആസിമിൻ്റെ ഖിറാഅത്ത് മാത്രമാണ് ഉസ്വത്തുൻ. ബാക്കിയുള്ളവരൊക്കെയും ഇസ്വത്തുൻ എന്ന് ഓതിയത്. കൂടുതൽ ഖുറാവുകളൊക്കെ ആസിം ഇബ്നു അബിൻ നുജൂദാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ആസിമിൻ്റെ ഖിറാഅത്താണ്. ആസിമിൽ നിന്ന് ഹഫ്സ് എന്ന റാവിയുടെ റിവായത്ത് പ്രകാരമുള്ള ഖിറാഅത്താണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളും അതാണ് പിൻപറ്റുന്നത്, ആസിം അബിൻ നുജൂദിൻ്റെ ഖിറാഅത്ത്. ആസിം അബിൻ നുജൂദ്, അബു അബ്ദുറഹ്മാൻ സലമി, ഇബ്നു മസ്ഊദ്, അല്ലെങ്കിൽ 2 നിലക്ക് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത്. അതല്ലാത്ത ഖുറാവുകളും ഉണ്ട്. ഭൂരിപക്ഷ ഖുറാവുകളും ഇസ്വത്തുൻ എന്ന് ഓതി, ആസിം ഉസ്വത്തുൻ എന്ന് ഓതി. അതാണ് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണിത്. ഉസ്വത്തുൻ എന്നായാലും ഇസ്വത്തുൻ എന്നായാലും അർത്ഥം എന്താ? കുദുവത്തുൻ. കുദുവത്തുൻ എന്നുള്ളത് കുദുവത്തുൻ വായിക്കും, ഖിദ്വത്തുൻ എന്ന് വായിക്കും. മാതൃക. നല്ല മാതൃക സ്വീകരിക്കുന്നതിനും ചീത്ത മാതൃക സ്വീകരിക്കുന്നതിനും എന്ത് പറയും? ഉസ്വത്ത് എന്നും പറയും, കുദുവത്ത് എന്നും പറയും. നല്ല ഒരാൾ മറ്റൊരാളുടെ മാതൃക സ്വീകരിക്കാനല്ല, അതിൽ നല്ലതും സ്വീകരിക്കാനുണ്ടാവും, തീയതും ഉണ്ടാവും. രണ്ടിനും ഉസ്വത്ത് എന്ന് പറയും, കുദുവത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞത്, നല്ല മാതൃക എന്ന അർത്ഥത്തിൽ. ഒരു കവി പറഞ്ഞു, ബിശ്ശർഖി ഔ ബിൽ ഗർബി ലസ്തു ബി മുഖ്തദി അന ഖുദ്വതി മാ ഇശ്തു ശർഅ മുഹമ്മദി ഹാശായ അൻ യുഗ്വിയനി സറാബുൻ ഖാദിഉ വമഇ കിതാബുല്ലാഹി യസ്തഉ ഫി യദി. അതായത് ബിശ്ശർഖി ഔ ബിൽ ഗർബി ലസ്തു ബി മുഖ്തദി, ഞാൻ കിഴക്കിനെയും പടിഞ്ഞാറിനെയും പിൻപറ്റുന്നവനല്ല. ബി മുഖ്തദി, മുഖ്തദി എന്നാൽ ഖുദ്വയിൽ നിന്നാണ്, പിൻപറ്റുന്നവനല്ല. അപ്പോൾ ഇവിടെ പിന്നെ ഖുദ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർക്കിനും ഗർബിനും പിൻപറ്റുന്നവനല്ല എന്നുള്ളതിന് പ്രയോഗിച്ചില്ലേ. അതേപോലെ തന്നെയാണ് ഈ ഉസ്വത്തും. അന ഖുദ്വത്തി മാ ഇഷ്തു ശറഅ മുഹമ്മദി, അന ഖുദ്വത്തി എൻ്റെ ഖുദ്വത്ത്, മാ ഇഷ്തു ഞാൻ ജീവിക്കുന്ന കാലം അത്രയും ശറഅ മുഹമ്മദി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനാണ്. ഹാശായ അൻ യുഗ്വിയനി സറാബുൻ ഖാദിഉ, പറ്റിക്കുന്ന ഒരു മരീചിക അതെന്നെ ചതിയിൽപ്പെടുത്തുന്നതിൽ നിന്ന് ഞാൻ മുക്തനാണ്.
ഹാഷായി സറാബുൽ ഖാദി കിതാബുല്ലാ ഫിയദി, എൻ്റെ കയ്യിൽ അള്ളാൻ്റെ കിതാബുള്ളിടത്തോളം കാലം. ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ ഖുദുവത്ത് ഉസ്വത്ത് എന്നുള്ളതൊക്കെ നല്ലത് പിൻപറ്റുന്ന വിഷയത്തിനും പറയും, തീയത് പിൻപറ്റുന്ന വിഷയത്തിനും പറയും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞത്, ഉത്തമമായ നല്ല മാതൃക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മുച്ചൂടും നിങ്ങൾക്കുണ്ട് എന്നാണ്. അപ്പോൾ അവിടെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സദഖ ഭക്ഷിക്കുന്നത് എന്താണ്? ഹറാമാണ്. അപ്പോൾ സദഖ ഭക്ഷിക്കാൻ പാടില്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരെ സ്വീകരിക്കൽ, ബഹുഭാര്യമാരെ സ്വീകരിക്കൽ, 4 ഭാര്യമാരെ സ്വീകരിക്കൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദനീയാണ്, മുബാഹാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസാലായി നോമ്പെടുക്കൽ എന്താ വിസാലായി നോമ്പെടുക്കൽ? പിന്നെ വിസാലായി നോമ്പെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുണ്യാണ്. എന്താ ഈ വിസാലായി നോമ്പെടുക്കൽ? നോമ്പ് മുറിക്കാതെ നോമ്പ് തുടർത്തുക. മഗ്‌രിബായി നമ്മൾ നോമ്പ് മുറിക്കൂലേ, എന്നാൽ ആ സമയത്ത് നോമ്പ് മുറിക്കാതെ നോമ്പ് തുടർത്തുക, ആ വിഷയം. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ വരുന്ന ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സിവാജിൻ്റെ വിഷയത്തിൽ, സിവാജ് എന്നാൽ ഭാര്യമാരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു സ്ത്രീ പിന്നെ ഹിബത്ത് ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെ കല്യാണം കഴിക്കുന്ന വിഷയം, ഇതൊക്കെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുബാഹാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ പ്രതിഫലാർഹമാണ് വിസാലായി നോമ്പെടുക്കൽ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ്? ഹറാമാണ്. തഹജ്ജുദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ്? വാജിബാണ്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഉസ്വത്തില്ല. ഇനി ചില വിഷയങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഉറക്കം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അക്കൽ ഭക്ഷണം തിന്നൽ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ വസ്ത്രധാരണം, പിന്നെ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഈ നിത്യയുള്ള പരിപാടികൾ, ഇതൊക്കെ ഇതതിന് ഉദാഹരണം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചത് ചില പ്രത്യേക വസ്ത്രങ്ങളാണ്. അന്ന് കാലങ്ങളിൽ തരപ്പെടുന്ന വസ്ത്രം ധരിച്ചത്, അത് നമ്മൾ ധരിക്കൽ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നത് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക മാത്രമാണ് ഭക്ഷിച്ചിട്ടുള്ളത്, പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്തിയത് കിട്ടിയത് തിന്നിട്ടില്ല എന്നുള്ളതല്ല. റസൂലുള്ളാഹി തങ്ങൾ മുന്തിയ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടാത്തത് കൊണ്ടും പിന്നെ ഇല്ലാത്തത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം പലപ്പോഴും എന്തായിരുന്നു? കാരക്കയൊക്കെ ആയിരുന്നു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലയിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില പ്രത്യേക രീതിയിലുള്ള നടത്തം, ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. നടത്തം റസൂലുള്ളാഹി ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പിൻപറ്റുന്നത് എന്താ? അതിൽ അതാണ് ഇതിൽ വിഷയം. പിന്നെ ഇത് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിബില്ലിയായ ആദിയായ പ്രവൃത്തികളാണ്. ജിബില്ലിയത്ത് എന്ന് പറഞ്ഞാൽ നൈസർഗികമായിട്ടുള്ള സാധാരണ ആദിയത്തായിട്ടുള്ള പ്രവൃത്തികളാണ്. പിന്നെ ആദിയ എന്ന് പറയും. അതേസമയം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസായിട്ടുള്ള പ്രവൃത്തികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാസായ പ്രവൃത്തികൾ നമുക്ക് എന്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്വത്തില്ല. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പിൻപറ്റാൻ പാടുള്ളതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസാണ്, പ്രത്യേകമാണ്. ആ പ്രത്യേകമായതിൽ നിർബന്ധമായതുണ്ട്, ഹറാമായതുണ്ട്, പുണ്യമായതും അനുവദനീയമായതുമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളിൽ നമുക്ക് എന്തില്ല? ഖുദ്വത്തില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദിയായ സാധാരണ ജിബില്ലിയായ നൈസർഗികമായ പ്രവൃത്തികൾ, തിന്നു, കുടിച്ചു, ഉടുത്തു, ഉറങ്ങി, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പിൻപറ്റണമെങ്കിൽ
നിസ്ലാസ്ലം തങ്ങളുടെ കേവല പ്രവൃത്തികൾ പോരാ, കേവലം ഈ പ്രവൃത്തികൾ പോരാ നമ്മൾക്ക് നിസ്ലാസ്ലം തങ്ങളെ പിൻപറ്റാൻ. പിന്നെന്ത് വേണം? അതിൽ നമ്മളോട് പ്രത്യേകം എന്ത് ചെയ്യണം? കൽപ്പന വേണം, അല്ലെങ്കിൽ നിർദ്ദേശം വേണം. ഒരു പ്രത്യേക ഇർഷാദ്, ഒരു പ്രത്യേക രൂപം സ്വീകരിക്കുന്നതിൽ നമുക്കുണ്ടാകുമ്പോഴാണ് അതിൽ നിസ്ലാസ്ലം തങ്ങൾ നമ്മൾ പിൻപറ്റേണ്ടത്. ഇപ്പം തിന്നുന്ന വിഷയത്തിനെങ്കിൽ വലത് കൈ കൊണ്ട് തിന്നുക, അല്ലേ? മുന്നിൽ നിന്ന് തിന്നുക, ബിസ്മി ചൊല്ലി തിന്നുക. അതേപോലെ തന്നെ പിന്നെ വസ്ത്രത്തിൻ്റെ വിഷയത്തിലെങ്കിൽ വെള്ള വസ്ത്രം ഉടുക്കുക. അതേപോലെ തന്നെ പിന്നെ ഉറങ്ങുന്ന വിഷയത്തിൽ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക, കമഴ്ന്ന് കിടക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നോക്കിയാൽ കേവലം നിസ്ലാസ്ലം തങ്ങളുടെ പ്രവൃത്തിക്ക് അപ്പുറം ഈ സാധാരണ പ്രവൃത്തികൾ, നൈസർഗിക പ്രവൃത്തികൾ നിസ്ലാസ്ലം തങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ദീനിൽ നിന്നുള്ള വഹീനാലുള്ള നിർദ്ദേശങ്ങളാണ്. അതാണ് എന്തിന് ഉസ്വത്തുൻ ഹസനത്ത്. പിന്നെ നമ്മളിപ്പോൾ ഉസ്വത്തുൻ ഹസനത്തുൻ ഫി റസൂലില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നബിസ്വല്ലല്ലാഹു തങ്ങൾക്ക് ഖാസത്തായ പ്രവൃത്തികൾ അതിൽ ഉസ്വത്തുൻ ഹസനത്തുൻ ഇല്ല, പിൻപറ്റലില്ല. എന്നാൽ പിന്നെ നബിസ്വല്ലല്ലാഹു തങ്ങളുടെ പ്രവൃത്തികളിൽ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. ഇബാദത്തല്ലാതെയുള്ള നബിസ്വല്ലല്ലാഹു തങ്ങളുടെ സാധാരണ പ്രവൃത്തികൾ, അതിൻ്റെ ഉദാഹരണം ഇവിടെ എഴുതിയത്. ഇതിലൊന്നും റസൂലുള്ള കേവലം ചെയ്തു എന്നതിനാൽ നബിസ്വല്ലല്ലാഹു തങ്ങളെ പിൻപറ്റലില്ല. പിന്നെയോ ഈ പ്രവൃത്തിക്ക് അപ്പുറം നമുക്ക് പല നിർദ്ദേശങ്ങളുണ്ട് എങ്കിൽ, ഇതൊക്കെ നമ്മളൊക്കെ നമ്മുടെ ഹയാത്തിലൊക്കെ വരുന്ന സംഗതിയാണ്. എല്ലാ മനുഷ്യന്മാരുടെ ഹയാത്തിലുള്ളതാണ് ഉറങ്ങുക എന്നുള്ളത്, തിന്നുക, കുടിക്കുക, കൊടുക്കുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും പ്രവൃത്തിയാണ്, എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേവലം ആ പ്രവൃത്തി ചെയ്തു എന്നതിൽ നമുക്കതില്ല, അത് ചെയ്യൽ സുന്നത്തില്ല. അതേസമയം ഈ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വല്ല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാണ് ഉസ്വത്തുൻ ഹസനത്ത്. ചിലർ ഇപ്പം നിങ്ങൾ പറഞ്ഞ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നതുപോലെ നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ചില ആവശ്യങ്ങൾ നിർവഹിച്ചത് അതേ സ്ഥലത്ത് പോയിട്ട് നിർവഹിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. ഇബ്നു ഉമറിനെ പോലുള്ളവരൊക്കെ. അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. അത് അവരുടെ ചില ഗവേഷണം അത്രേ ഉള്ളൂ, അതിൽ മാതൃക അല്ല. ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക വഴിയിലൂടെ നടക്കുമായിരുന്നു. അപ്പോൾ എന്തിനാ നടക്കുന്നു നോക്കുമ്പോൾ ഇതിൽ റസൂൽ നടക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇബ്നു ഉമറിൻ്റെ മാത്രം ഒരു ഗവേഷണമാണ്. ആരും അതിൻ്റെ പിന്നാലെ ചെയ്തില്ല, ഇബ്നു ഉമറിൻ്റെ പിന്നാലെ നടന്നിട്ടില്ല. അതാണ് അതിൽ മനസ്സിലാക്കേണ്ട വിഷയം. എന്നാൽ ഇത് മൂന്നും അല്ലാത്തൊരു വിഷയമുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാധനകൾ, തഅബ്ബുദ്, ആരാധനാപരമായ കാര്യങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്നതിനാൽ നമ്മൾ ചെയ്യൽ എന്താണ്? ദീനിയായിട്ട് ഉള്ള വിഷയങ്ങൾ, നമുക്ക് ദീനിയായിട്ട് മാതൃകയായിട്ടുള്ള വിഷയങ്ങൾ, അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഉസ്വത്തുൻ ഹസനത്തുൻ, ഉത്തമമായ മാതൃകയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ആരാധനകൾ. അതേപോലെ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാൽ വന്ന പുണ്യങ്ങളൊക്കെ, എല്ലാ നന്മകളും പുണ്യങ്ങളും അത് കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു, ആചരിച്ചു, വിശ്വസിച്ചു, അതിൽ നമുക്ക് മാതൃക. അതിൽ വിശ്വാസ കാര്യങ്ങളുണ്ട്, ആരാധനകളുണ്ട്, സ്വഭാവപരമായ കാര്യങ്ങളുണ്ട്, മര്യാദകളുണ്ട്, പെരുമാറ്റങ്ങളുണ്ട്, ദിക്റുകൾ ഒക്കെ ഉണ്ട്. അതൊക്കെയും നമുക്ക് ഉസ്വത്തുൻ ഹസനത്തു. അതിവിടെ പ്രത്യേകം ഈ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ എന്നതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഖലാസ്. ഇവിടെ ആർക്കാണ് ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നുള്ളത് ആർക്കാ പറഞ്ഞത്? ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ആർക്കാ? ലക്കും എന്നല്ല പറഞ്ഞത്. ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്. ആ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അത് ആരാണ് നിങ്ങൾ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് വിശദീകരിക്കാൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ലക്കും എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്ന് പറഞ്ഞില്ലേ, ആ നിങ്ങൾ ആരാണ്? ആ നിങ്ങൾ ലിമൻ കാന യർജുല്ല, അതിനെ വിശദീകരിക്കാൻ ലിമൻ യാതൊരുവർ അല്ലെങ്കിൽ യാതൊരുവൻ, കാന യർജുല്ല, എന്താ കാന യർജുല്ല, അവൻ അള്ളാഹുവെ പ്രതീക്ഷിക്കുമായിരുന്നു. യർജുല്ലാഹ
വൽയൗമൽ ആഖിറ, അന്ത്യനാളിനെയും, വദക്കറല്ലാഹ കസീറ, വദക്കറല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹുവിന് ദിക്ർ നിർവഹിക്കുകയും ചെയ്തവർ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് അർറജ, മറ്റൊന്ന് ദിക്ർ. ഈ രണ്ട് വിശേഷണങ്ങൾ ഉള്ളവർ എന്നാണ്, അതാണ് ഇതിൻ്റെ ഒരു അല്ലേ, യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. റജാഉം ദിക്റും അത് ജീവിതത്തിൽ ഒത്തവർ, മേൽവിലാസമാക്കിയവർ, അവർക്കാണ് ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. കപടവിശ്വാസികൾ ഈ യുദ്ധ സാഹചര്യത്തിൽ അവരുടെ പ്രതീക്ഷയും അവരുടെ പേടിയൊക്കെ ആരോടാ? അള്ളാഹിനോടല്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹ്ക്കുള്ള ദിക്റിൽ, കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞാൽ എന്താ? വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, ഇല്ലാ ഖലീല, വളരെ കുറച്ചാണ് അവരുടെ ദിക്ർ, വളരെ കുറച്ചാണ് കപടവിശ്വാസികളുടെ ദിക്ർ. എന്നാൽ വളരെ കൂടുതൽ അള്ളാഹുവിന് ദിക്റുള്ളവരാവുക, അള്ളാഹുവേയും അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുകയും ചെയ്യുക, അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉസ്വത്തുൻ ഹസനത്തും. ഇത് നമ്മൾ പ്രത്യേകം ഇവിടെ വായിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. നന്നത് പ്രസ്താവനയാണെങ്കിൽ കൽപ്പനയാണ്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കണം എന്നുള്ള കൽപ്പനയാണ്. അവിടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ആ നിങ്ങളെ വിശദീകരിക്കുകയാണ്. ആരാ നിങ്ങൾ? ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമമായ മാതൃക ഉണ്ട്. ആ മാതൃക നിങ്ങൾ പിൻപറ്റണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃക പുരുഷനായിട്ട് സ്വീകരിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാവില്ല. അവസരം ആർക്കാ ഉണ്ടാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിയലിച്ച രണ്ട് ഗുണങ്ങളായിരുന്നു, ഒന്ന് റജാ, മറ്റൊന്ന് ദിക്ർ. ആ ഗുണങ്ങൾ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃക കാണാൻ സാധിക്കുക, മാതൃക ഉൾക്കൊള്ളാൻ സാധിക്കുക. അതാണ് അതിൻ്റെ തേട്ടം. അപ്പോൾ എന്താണ് യർജുല്ല വൽയൗമിൽ ആഖിർ? റജാ യർജു എന്ന് പറഞ്ഞാൽ എന്താ? റജാ യർജു റജാഅൻ, റജ എന്നുള്ള ക്രിയ കേട്ടോ, റജ എന്നുള്ള ക്രിയ. ഇത് നാമാകുമ്പോൾ ഇതിൻ്റെ അർത്ഥം വേറെയാണ്. റജ എന്നുള്ളതൊരു ഇസ്മാകുമ്പോൾ ഇത് ക്രിയയാണ്. ഇസ്മാകുമ്പോൾ പിന്നെ അറ്റം, ഭാഗം എന്നൊക്കെയാണ് അർത്ഥം. എവിടെയാണ് പ്രയോഗിച്ചറിയോ? സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞില്ലേ, വയഹ്മിലു റബ്ബിക അർശഹു ഫൗഖഹും യൗമഇദിൻ സമാനിയ, അതിൻ്റെ മുമ്പ് വൽമലക്കു അലാ അർജാഇഹ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും സമാനിയ. വൽമലക്കു, മലക്കുകൾ, അലാ അർജാഇഹ, അർജ എന്ന് പറഞ്ഞാൽ എന്താ? റജ, അർജ ആണ് ഭാഗങ്ങൾ. ആകാശത്തിൻ്റെ ഭാഗങ്ങളിൽ മലക്കുകൾ ഉണ്ടായിരിക്കും അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അവിടെ റജ, അർജ എന്ന് പറഞ്ഞാൽ ഭാഗം, ഭാഗങ്ങൾ. അത് ഇസ്മാകുമ്പോൾ റജ. ഇത് റജ ക്രിയയാണ്, ക്രിയ. അപ്പോൾ റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചു, നമുക്ക് പിന്നെ സന്തോഷകരമായത്, ആനന്ദകരമായത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അതാണ് റജ, പ്രതീക്ഷിച്ചു. അതിൻ്റെ റജ എന്നുള്ളതിൻ്റെ മുതാരിയാണ് യർജു. റജ യർജു അങ്ങനെയാണ് അതിൻ്റെ ഇതുവരെ. യർജു, ഇവിടെ അലിഫില്ല, ഇവിടെ അലിഫുണ്ട്. അത് മുസാഫ് എഴുതുമ്പോഴുള്ള വിഷയമാണ്. റജ യർജു എന്ന് എഴുതുമ്പോൾ ഇതിന് അവസാനത്തിൽ എന്ത് ചെയ്യില്ല? അലിഫ് ഇടൂല സാധാരണ, പക്ഷെ മുസാഫിലുണ്ടാവും. പക്ഷെ അലിഫിനെ ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ളതിന് അലാമത്താണിത്, ഈ സുക്കൂന്. ഇതവിടെ ഇല്ലാത്തതുപോലെയാണ്, പക്ഷേ എഴുതുമ്പോൾ അത് വേണം. കാരണം മുസാഫിൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അതിൽ നമുക്ക് അതിൻ്റെ അവിടെ പിന്നെ വർത്തമാന ഭാവി കാലം എത്രയാണല്ല അലിഫ് ഇവിടെ വന്ന് നമുക്കത് മയക്കെന്ന് അറിയാൻ പറ്റില്ല. അത് മയക്കമല്ല, അത് അവിടെ നിൽക്കണം. തൈ യർജുല്ലാഹ എന്നാണ്, അള്ളാഹുവെ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അള്ളാഹുവിൽ റജ, റജ വലിയൊരു മക്കാമാണ്, അള്ളാഹുവെ പ്രതീക്ഷിക്കുക എന്നുള്ളത്. ചിലയിടത്ത് റജാഇന് ഖൗഫ് എന്നർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബ.
ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ് എന്നുള്ളിടത്ത് ചില മുഫസ്സിറുകൾ പറഞ്ഞത് യർജൂന ഹിസാബ് എന്നാണ്, അവർ വിചാരണയെ പേടിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ റജാ എന്നുള്ളതിന് ഖൗഫ് എന്ന അർത്ഥമുണ്ട്, അതേപോലെ തന്നെ റജായിന് പിന്നെ അമൽ പ്രതീക്ഷിക്കുക എന്ന അർത്ഥമുണ്ട്. റജായിന് അമൽ പ്രതീക്ഷിക്കുക എന്ന അർത്ഥമുണ്ട്, ഖൗഫ് എന്ന അർത്ഥമുള്ളതുപോലെ പേടി എന്നുള്ള അർത്ഥമുള്ളതുപോലെ. അതിന് രണ്ടർത്ഥങ്ങൾക്ക് വരും ഈ റജാ യർജു എന്ന ക്രിയ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, ലാ തർജൂന ലില്ലാഹി വഖാറ എന്നുള്ളിടത്ത് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനൊരു ഗാംഭീര്യം കാക്ഷിക്കുന്നില്ല എന്തുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഗാംഭീര്യത്തെ നിങ്ങൾ ഭയക്കുന്നില്ല എന്തുകൊണ്ട്. അവിടെ റജാ യർജു എന്നുള്ള എന്താണ്, പേടി എന്നുള്ള അർത്ഥത്തിലാണ്, പ്രതീക്ഷിച്ചു എന്ന അർത്ഥത്തിലാണ്. ഈ ക്രിയൻ്റെ പ്രത്യേകതയാണത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവെ പേടിക്കുന്ന, അന്ത്യനാളിനെ പേടിക്കുന്ന അർത്ഥം പറഞ്ഞാലും യർജു എന്നുള്ള ക്രിയക്ക് അങ്ങനെ അർത്ഥം പറയാം. പക്ഷെ പ്രതീക്ഷിച്ചു എന്ന അർത്ഥത്തിലാണ് കൂടുതൽ വരിക. ഉലായിക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബു യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. യർജൂന റഹ്മതഹു, റബ്ബിൻ്റെ റഹ്മത്തിനെ അവർ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ്. ആരാണ് അവർ? അയ്യുഹും അഖ്റബ്, അള്ളാഹിനോട് ഏറ്റവും അടുത്ത ആളുകൾ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത നബിമാർ, മലക്കുകൾ, അവർ വരെ അള്ളാഹിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഉയർന്ന അവസ്ഥയാണ് റജാ. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇലാഹി, എൻ്റെ ഖൽബിലുള്ള ഏറ്റവും മഹനീയമായ സമ്മാനം നിന്നെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഖൽബിൽ നിന്നെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ നാവിൽ ഏറ്റവും നല്ല വചനം നിന്നെ പുകഴ്ത്തുക എന്നുള്ളതാണ്. എൻ്റെ സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന സമയമാണെന്നൊക്കെ പറ്റ ചില പ്രയോഗങ്ങൾ കാണാം. ഞാനത് വിട്ടുപോയിട്ടുണ്ട്. ഏതായാലും പിന്നെ ഈ റജ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് കഴിയുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പിന്നെ ഏറ്റവും മഹനീയമായൊരു സ്വഭാവമാണ് അള്ളാഹുവെ പ്രതീക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ അള്ളാഹുവിനെ പ്രതീക്ഷിക്കാൻ എന്ത് വേണം? എന്തിനാണ് നമ്മൾ അള്ളാഹിനെ പ്രതീക്ഷിക്കണം? അസലൻ ഇവിടെ ലിമൻഖാനെ അർജുല്ല എന്ന് പറയല്ലേ, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്കാണ് മാതൃക എന്നാണ്. അപ്പോൾ അത് നല്ല പ്രത്യേകം വായിക്കേണ്ട വിഷയമാണ്. എന്താണ് ഈ അള്ളാഹിനെ പ്രതീക്ഷിക്കൽ? എന്താ അള്ളാഹുവിനെ പ്രതീക്ഷിക്കൽ? ഏത് വിഷയത്തിലാണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന വിഷയത്തിൽ. പിന്നെ അതായത് നമ്മൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചെയ്തൊരു തെറ്റിൽ നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മളെ പാപം പുറത്തു തരും എന്നുള്ള പ്രതീക്ഷ. നമുക്ക് പിന്നെ ചില പോരായ്മകൾ വന്നിട്ടുണ്ട്, ആ പോരായ്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നികത്തുമെന്നുള്ള പ്രതീക്ഷ. നമുക്ക് ഇസ്തിഖാമത്തിൽ ഇവിടെ ജീവിക്കണം. ഇസ്തിഖാമത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, നമുക്ക് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ തെറ്റാതെ വീഴാതെ നേരെ ജീവിക്കണം. അപ്പോൾ അതിന് ഇസ്തിഖാമത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് പ്രതീക്ഷ വേണം. പണ്ഡിതന്മാർ പറയാണ്, പിന്നെ റജാ ഉണ്ടല്ലോ, അത് സാക്ഷാത്കൃതമാകാൻ, റജാ സാക്ഷാത്കൃതമാകാൻ 3 കാര്യങ്ങൾ അനിവാര്യമാണ്. 3 കാര്യങ്ങൾ. അതിൽ ഒന്ന്, ആരിലാണോ പ്രതീക്ഷ അയാളെക്കുറിച്ചുള്ള മഹബത്താണ്. പിന്നെ അയാളോടുള്ള പേടിയാണ്. പിന്നെ ആ കാര്യം നേടാനുള്ള അധ്വാനം, സഅയ്. ഇത് 3 അനിവാര്യമാണ് റജാ സാക്ഷാത്കൃതമാകാൻ. അല്ലേ, നമ്മൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് വേണം? അള്ളാഹിനോട് മഹബത്ത് ഉണ്ടായിരിക്കണം, സ്നേഹം. ഒപ്പം അള്ളാഹിനോട് എന്തിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം? പേടി വേണം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മളിൽ നിന്ന് പരിശ്രമം ഉണ്ടാകണം, അധ്വാനം ഉണ്ടാകണം. ഇത് 3 സാക്ഷാത്കൃതമായിട്ടുണ്ടെങ്കിൽ റജാ സാക്ഷാത്കൃതമായി എന്നാണ്. റജാ പ്രതീക്ഷയാണ്. തമന്നി അതുപോലത്തെ ഒരു വികാരമാണ്. റജാ പ്രതീക്ഷയാണ്. എന്താ തമന്നി? തമന്നി എന്താ? തമന്നി ആഗ്രഹമാണ്. കിട്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കാനാണ് സാധാരണ തമന്നി. കിട്ടുന്ന കാര്യങ്ങളിലാണ് റജാ പ്രതീക്ഷ, തറജി. കിട്ടാത്ത കാര്യങ്ങളിലാണ് തമന്നി. തമന്നി പിന്നെ ഈ ദാർശനികന്മാർ പറയും, മുംകിനാത്തിൽ തറജിയും മുസ്തഹിലാത്തിൽ തമന്നിയും എന്നാണ്. എന്താ മുംകിനാത്ത്? മുംകിനാത്ത് എന്ന് പറഞ്ഞെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള വിഷയങ്ങൾ, അതിലാണ്
റജ തറജി പ്രതീക്ഷ. നമ്മൾ സാധാരണ ലാലാണ് അതിന് പ്രയോഗിക്കുക, ലാല. എന്നാൽ മുസ്തഹീലാത്ത് എന്താ? അസംഭവ്യമായ കാര്യങ്ങൾ, കിട്ടാത്ത കാര്യം. അതിലാണ് എന്ത് തെമന്നി, അതിനാണ് ലൈത്ത പ്രയോഗിക്കുക. ലൈത്തനി കുന്തു, ഞാനായിരുന്നുവെങ്കിൽ. അലാലൈത്ത ശബാബു യഊദിയോ അലാലൈത്ത ശബാബ യഊദിയോമൻ സഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു എന്നാണ്. എന്തെങ്കിലും ഒരു നാളിൽ യൗവനം തിരിച്ചു വരികയാണ് എങ്കിൽ വാർദ്ധക്യം ചെയ്തത് ഞാൻ യൗവനത്തോട് പറയുമായിരുന്നു എന്നാണ് ഒരു കവി പറയുന്നത്. അതെന്തെങ്കിലും മടങ്ങി വരുമോ? യൗവനം മടങ്ങി വന്നിരുന്നെങ്കിൽ വാർദ്ധക്യം പറഞ്ഞത് ഞാൻ യൗവനത്തോട് പറയുമായിരുന്നു എന്നാണ്. അലാലൈത്ത ശബാബ യഊദിയോമൻ സഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. ഈ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ ലൈത്തയും തമന്നിയൊക്കെ കിട്ടാത്തതിൽ കിട്ടുന്നതിലാണ് ലാലയും തറജിയും ഒക്കെ. ഈ റജാവും തമന്നിയും തമ്മിലുള്ള വ്യത്യാസം, റജായിൽ ഉണ്ടല്ലോ, ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അയാളോട് ഇഷ്ടം ഉണ്ടായിരിക്കും, അയാളോട് പേടി ഉണ്ടായിരിക്കും, കിട്ടേണ്ട വിഷയത്തിൽ പരിശ്രമം ഉണ്ടായിരിക്കും. എന്നാൽ തമന്നി അങ്ങനെയല്ല. തമന്നി കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകും, പരിശ്രമം ഉണ്ടാവില്ല. കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിന് വേണ്ട അധ്വാനങ്ങൾ ഉണ്ടാവില്ല, മടി. ഈ റജ ഉള്ളതോടൊപ്പം പരിശ്രമം ഉണ്ടാവും. എന്നാൽ ഇവിടെ ആഗ്രഹം ഉള്ളതോടൊപ്പം പരിശ്രമം ഉണ്ടാവില്ല, മടിയനായിരിക്കും. തമന്നിയും റജാവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇത് പാടില്ലാത്ത ഗുണമാണ് തമന്നി. കാരണം എന്താ വെച്ചാൽ, ചിലർക്കുണ്ടല്ലോ, എനിക്ക് പുറത്ത് കിട്ടണം, എനിക്ക് സ്വർഗം കിട്ടണം, ഞാൻ നരകത്തിൽ നിന്ന് അകറ്റപ്പെടണം എന്നൊക്കെ പൂതി ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിന് പറഞ്ഞ പണികളുണ്ട്, ആ പണികളൊന്നും ഉണ്ടാവില്ല. ഇത് ആഗ്രഹമാണ്, തമന്നി ആഗ്രഹമാണ്, റജാവും ആഗ്രഹമാണ്. തമന്നി പ്രതീക്ഷയാണ്, റജാവും പ്രതീക്ഷയാണ്. പക്ഷേ രണ്ടിൽ വ്യത്യാസം എന്താ? ഇത് മടിയൻ്റെ ആഗ്രഹമാണ്, ഇത് പരിശ്രമശാലിയുടെ ആഗ്രഹമാണ്. ലിമൻ ഖാന യർജുല്ലാ എന്നാ പറഞ്ഞത്. അള്ളാഹുവിൽ റജാ ഉള്ളവനെ, റജായിന് അത് സാക്ഷാത്കൃതമാണെങ്കിൽ ആരിലാണോ പ്രതീക്ഷ ആ പ്രതീക്ഷയുള്ളവനെ സ്നേഹിക്കണം, അവനിൽ പേടിയുണ്ടാകണം, പിന്നെയോ അവനിലെത്താനുള്ള പരിശ്രമം വേണം. 3 ഗുണങ്ങൾ. ഒന്ന് അൽ മഹബ്ബ, എന്താ മഹബത്ത്, സ്നേഹം. മറ്റൊന്ന് റജ, പിന്നെ ഖൗഫ്, അള്ളാഹുവിലേക്കുള്ള പ്രയാണം. അള്ളാഹുവിലേക്കുള്ള ഒരു വിശ്വാസിയുടെ പ്രയാണത്തിൽ ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഒരു ദാസൻ അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൽ ഒരു പക്ഷിയെ പോലെയാണ്. ആ പക്ഷിയുടെ തല, അതാണ് മഹബത്ത്. ആ പക്ഷിയുടെ 2 ചിറകുകൾ, അതാണ് റജാവും ഖൗഫും. അള്ളാഹുവിലേക്ക് ഒരു വിശ്വാസി പാരായണം ചെയ്യുമ്പോൾ, ഒരു പറവയെപ്പോലെ പാറുമ്പോൾ, ആ പറവയുടെ തലയാണ് മഹബത്ത് എന്നാണ്, അള്ളാഹിനോടുള്ള ഇഷ്ടം. മഹബത്ത് സാക്ഷാത്കൃതമല്ല എങ്കിൽ പക്ഷി ചാകും. ദാസൻ അവിടേക്ക് എത്താൻ പറ്റില്ല, എന്നാൽ അതിന് മുമ്പേ ചത്തു വീഴും. ഇനി റജായിൽ കോട്ടം വന്നാൽ പക്ഷിയുടെ ചിറക് എന്തല്ല, അത് ഒടിഞ്ഞതുപോലെയാണ്, മുറിഞ്ഞതുപോലെയാണ്. അതേപോലെയാണ് ഖൗഫിന് കോട്ടം പറ്റിയാലും ചിറക് മുറിഞ്ഞവനെ പോലെയാണ്, ചാകൂല. പക്ഷേ റജായിൽ ഭംഗം വന്നാൽ, അല്ലെങ്കിൽ ഖൗഫിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ അള്ളാഹുവിലേക്ക് പറക്കുന്ന ഈ പക്ഷിയെ ഏതൊരു വേട്ടക്കാരനും പിടികൂടാനും, അല്ലെങ്കിൽ ഈ പക്ഷിയെ പിടികൂടി അതിനെ പ്രയാസപ്പെടുന്ന ഏതാൾക്ക് പിടികൂടാനും അവസരം ഉണ്ടാവും റജായിൽ ഭംഗം വന്നാൽ. കാരണം എന്താ, ചിറക് മുറിഞ്ഞു, അല്ലെങ്കിൽ ചിറകിന് കേടുവന്നു, ചത്തിട്ടില്ല. കാരണം മഹബത്ത് അവിടെ ഉണ്ട്, റജായിനാണ് കോട്ടം വന്നത്. അപ്പോൾ ചിറകിന് കേട് എന്നതുപോലെയാണ്, മനസ്സിലായി? പറക്കാൻ കഴിയില്ല. പറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഏതൊരാൾക്കും പിടികൂടാൻ പറ്റും, ഏതൊരു വേട്ടക്കാരനും പിടികൂടാം, അല്ലെങ്കിൽ ഈ പക്ഷിയെ കൊണ്ട് കളിക്കുന്ന ഏതൊരാൾക്കും അതിനെ പിടികൂടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൽ സജീവമാകേണ്ടത് മഹബത്താണ്. പക്ഷേ റജാവും ഖൗഫും കേടില്ലാതെ നിൽക്കണം എന്നുള്ളത്, അതിന് കോട്ടം വരാതെ നിൽക്കണം എന്നുള്ളതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇവിടെ ലിമൻ ഖാന യർജുല്ലാ എന്ന് പറയുമ്പോൾ റജാവും ഖൗഫും ഉദ്ദേശമാണ്. ഏതായാലും ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ലക്കും നിങ്ങൾ ആരാണ്? അത് ലിമൻ കാന യർജുല്ലാ, അള്ളാഹുവെ പ്രതീക്ഷിക്കുന്നവനാണ്. അതേപോലെ വൽയൗമുൽ ആഖിർ, അള്ളാഹിനെ പ്രതീക്ഷിക്കുക എന്നുള്ളത് ഭാഗം തന്നെയാണ് എന്ത്, വൽയൗമുൽ ആഖിർ.
അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുക എന്നുള്ളത്. വദക്കറല്ലാഹ കസീറൻ. എന്താ വദക്കറല്ലാഹ കസീറൻ? ദക്കറല്ലാ എന്ന് പറഞ്ഞില്ല, അള്ളാഹുവിനെ ദിക്റെടുക്കുക എന്നുള്ളത്. പിന്നെ വദക്കറല്ലാഹ കസീറൻ എന്നാണ് പറഞ്ഞത്, ധാരാളമായി അള്ളാഹുവിനെ ദിക്റെടുക്കുക എന്നാണ് പറഞ്ഞത്. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. നമുക്കിനി വരും, ഇതിൽ തന്നെയാണ് ആയത്. ദിക്റൻ കസീറ, ധാരാളം ദിക്റെടുക്കുക എന്നാണ് പറഞ്ഞത്. ദക്കറല്ലാഹ കസീറൻ എന്ന് പറയുമ്പോൾ ധാരാളമായി ദിക്റെടുക്കുക എന്നാണ് പറഞ്ഞത്. വേറൊരു പറഞ്ഞത് വല ദിക്റുല്ലാഹി അക്ബർ എന്നാണ്. എന്താ വല ദിക്റുല്ലാഹി അക്ബർ? അള്ളാഹ്ക്ക് ദിക്റെടുക്കലാണ് അക്ബർ, ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു, വലിയത് എന്ന് പറഞ്ഞു, മഹനീയം എന്ന് പറഞ്ഞു. ചിലയിടത്ത് പറഞ്ഞത് വദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. വദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ, ധാരാളമായി അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്നവർ എന്നാണ് പറഞ്ഞത്. ദിക്റിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇങ്ങനെ ഈ കസീറൻ ഉണ്ട് അല്ലേ. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വദക്കറുല്ലാഹ കസീറൻ. വേറൊരിടത്ത് പറഞ്ഞു ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വദക്കറുല്ലാഹ കസീറൻ, ധാരാളമായി അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്നവരും എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സൂറത്ത് ഹജ്ജ് പറഞ്ഞില്ലേ, ലഹുദ്ദിമത്ത് വ മസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറൻ വ മസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറൻ. അള്ളാഹ്ക്ക് ധാരാളമായി ദിക്റെടുക്കപ്പെടുന്ന മസ്ജിദുകൾ തകർക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. ലൗലാ ദഫുല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع ومساجد يذكر فيها اسم الله كثيرا. ഞാൻ ഇവിടെ പറഞ്ഞ അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ നോക്കി നിങ്ങൾ എന്താ പറയണത്? കസീറൻ. യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പറഞ്ഞപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ, വിശ്വാസികളെ നിങ്ങളൊരു യുദ്ധമുഖത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്ബുത്തു, നിങ്ങൾ ഉറച്ചു നിൽക്കണം, ക്ഷമിച്ച് നിൽക്കണം. പിന്നെന്താ പറഞ്ഞത്? അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുത്തു വദ്കുറുല്ലാഹ കസീറൻ വദ്കുറുല്ലാഹ കസീറൻ. അപ്പോൾ നോക്കി നിങ്ങൾ, എന്തിനാണ് ഇങ്ങനെ ഈ എല്ലായിടത്തും കസീറൻ ദിക്റിനെ കുറിച്ച് അക്ബർ എന്ന് പറഞ്ഞ്? ഒരു ഹദീസിൽ കാണാം 3 കൂട്ടരുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് പറഞ്ഞ്. 3 കൂട്ടരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞത് അദ്ദാക്കിറുല്ലാഹ കസീറൻ വദഅവത്തുൽ മുസാഫിർ വൽ ഇമാമുൽ മുഖ്സിത്ത്. ഇമാമുൽ മുഖ്സിത്ത്, അദ്ദാക്കിറുല്ലാഹ കസീറൻ, ധാരാളം അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്നവൻ, യാത്രക്കാരൻ, പിന്നെ നീതിമാനായ ഭരണാധികാരി, ഇവരുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് പറഞ്ഞു. അവിടെ അദ്ദാക്കിറുല്ലാ എന്നല്ല പറഞ്ഞു, പിന്നെ അദ്ദാക്കിറുല്ലാഹ കസീറൻ. പിന്നെ ഒരു ഹദീസിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയാണ്, ഹാദാ ജുംദാൻ, ജുംദാൻ മല കാണിച്ചിട്ട് പറയാണ്, ഹാദാ ജുംദാൻ സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ വിജയിച്ചിരിക്കുന്നു, മുൻകടന്നിരിക്കുന്നു. അപ്പോൾ സഹാബികൾ ചോദിച്ചു അമൽ മുഫർരിദൂൻ. അപ്പോൾ റസൂൽ പറയാണ് അദ്ദാക്കിറൂൻ അല്ലാഹ കസീറൻ, അദ്ദാക്കിറൂൻ അല്ലാഹ കസീർ, അള്ളാഹ്ക്ക് ധാരാളമായി ദിക്റെടുക്കുന്നവർക്കെന്ന്. അവിടെയും അദ്ദാക്കിറുല്ലാ കസീറൻ. എന്തുകൊണ്ടാണ് അങ്ങനെ കസീറൻ എന്ന് ഇങ്ങനെ ഈ ദിക്റുമായി ബന്ധപ്പെട്ട വചനങ്ങളിലൊക്കെ വന്നത്? അതാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ദിക്റിൻ്റെ പ്രാധാന്യമാണോ? മറ്റ് ഇബാദത്തുകളെ പോലെയല്ല ദിക്ർ. പിന്നെ എപ്പോഴും എത്രയും ചെയ്യാം, എപ്പോഴും എത്രയും ചെയ്യാം ദിക്ർ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനെ തുടങ്ങിയ ദിക്റുകൾ അത് നമുക്ക് എപ്പോഴും ചെയ്യാം, എത്രയും ചെയ്യാം, ഏതൊരവസ്ഥയിലും ചെയ്യാം, ഏതൊരവസ്ഥയും. മറ്റു ഇബാദത്തുകളെ പോലെയല്ല ദിക്ർ. ദിക്ർ ക്ഷിപ്രസാധ്യം, നമുക്ക് പെട്ടെന്ന് പ്രാപ്യമായിട്ടുള്ള അവസ്ഥ. നമ്മൾ കിടക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും എല്ലെങ്കിലും ഒക്കെ എപ്പോഴും എത്തിപ്പിടിക്കാവുന്ന ഇബാദത്താണെന്ത്? ദിക്ർ. അതുകൊണ്ടാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത്. അത് നമ്മളിൽ നിന്ന് കസറത്തായിട്ടുണ്ടാകണം, ധാരാളമായിട്ടുണ്ടാകണം. വെറുതെ ഇങ്ങനെ തേരാപാര നടക്കുക, അല്ലെങ്കിൽ അതും ഇതും പറഞ്ഞ് വെടായി വെച്ച് നടക്കുക എന്നതിനേക്കാൾ ഒരു വ്യക്തി തൻ്റെ അധരങ്ങൾ ദിക്റിനെ കൊണ്ട് ചലിപ്പിച്ചാൽ അത് എളുപ്പത്തിൽ സാധ്യമാണ്, ഏവർക്കും നിർവഹിക്കാവുന്നതാണ്. അതിന് കുറേ പഠിച്ച് വലുതാകുമൊന്നും വേണ്ട, കുറേ പഠിച്ച് വലുതാകുമൊന്നും വേണ്ട. ദിക്റുകൾ അത് എളുപ്പത്തിൽ എല്ലാവർക്കും സുബ്ഹാനല്ലാഹ് പറയാൻ നോക്കി, അൽഹംദുലില്ലാഹ് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സുബ്ഹാനല്ലാഹ്ക്ക് വെച്ച പ്രതിഫലം എത്രയാണ്, അൽഹംദുലില്ലാഹ്ക്ക് വെച്ച പ്രതിഫലം എത്രയാണ്. അതേപോലെ തന്നെ ഓരോ ദിക്റിൻ്റെ പദങ്ങളുണ്ടല്ലോ. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദാട്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം ആകട്ടെ, ഏതൊരു ദിക്റാണെങ്കിലും അത് വളരെ പരിമിതമായ പ്രയോഗങ്ങളാണ്, പദങ്ങളാണ്, എല്ലാവർക്കും നിർവഹിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ് പറയാൻ അറിയാത്ത ആളാണ്
അൽഹംദുലില്ലാ പറയാൻ പറ്റാത്ത ആളാണ്. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ എന്നാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ മാ ബൈന സമായി വൽ അർദ് എന്നാണ്. ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ ഉള്ള എത്ര ഏരിയ ഉണ്ട് അത്രയും പ്രതിഫലം നിറക്കുന്ന പുണ്യാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. ഇത് പറയാൻ കഴിഞ്ഞാൽ ആരുണ്ട്? ഒരല്പം കെരുമെഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് അപ്പം പറയാൻ പറ്റും. അത്ര ഉണ്ടല്ലോ എളുപ്പത്തിലുള്ള പദപ്രയോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ മനുഷ്യന്മാർ പിശുക്കുക എന്ന് പറഞ്ഞെങ്കിൽ നേരം വെച്ച് ഇത്രയും നേരമായി ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാത്ത ഒരാളെന്ന് ആലോചിച്ച് നോക്കണേ, ഒരു അൽഹംദുലില്ലാ ചെല്ലാത്ത ആളെ ആലോചിച്ച് നോക്കണേ. അപ്പോൾ അതാണ് എൻ്റെ വിഷയം. എളുപ്പത്തിൽ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? വദക്കറല്ലാഹ കസീറൻ. ഈ കസീറൻ എന്നുള്ളത് ഇത് ആളുകൾ കസറത്തിൽ ചെയ്യാൻ അവർക്ക് പ്രചോദനാകാൻ എന്ത് ചെയ്ത് ഇങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഈ ആയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് പിന്നെ ഈ കിടങ്ങ് യുദ്ധത്തിൻ്റെ ഖന്തഖ് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ്. അപ്പോൾ കപടവിശ്വാസികളെ പലരും തലയിലേറ്റി നടക്കുന്ന ഒരു അവസ്ഥ അക്കാലഘട്ടത്തിലുണ്ടല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലൊക്കെ ആയിരുന്നില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിയുക്തമാകുന്നതിന് മുമ്പ് അല്ല പലായന ചെയ്തതിന് മുമ്പ് അവിടുത്തെ നേതാക്കൾ. അവരൊക്കെയാണ് ഈ നമ്മൾ പറഞ്ഞ ഈ കിടങ്ങ് യുദ്ധ സാഹചര്യത്തിൽ കപടന്മാരുടെ പിന്നെ ഭാഗത്ത് അവരൊക്കെ നേതൃത്വം നൽകുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? അവർ പിന്നെ ഇടയ്ക്കൊന്ന് തല കാണിക്കും, പിന്നെ മുങ്ങും, പിന്നെ പല ഫിത്തനകളും പറഞ്ഞ് നടക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തൊക്കെ അവസ്ഥ നമ്മളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊന്നല്ല നിങ്ങൾക്ക് മാതൃക, നിങ്ങൾക്ക് ഉത്തമമായ മാതൃക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറയാണ്. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയിട്ട് പ്രഥമമായിട്ട് ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്ന ആരെയാണ്? നിങ്ങൾ അറിയുന്ന സഹാബികളാണ്. പ്രത്യേകിച്ച് സഹാബികളിൽ ആ കിടങ്ങിൻ്റെ തീരത്ത് ആ കൊടിയ തണുപ്പിൽ ആ പട്ടിണിയുടെ നാടുകളിൽ വർത്തിക്കുന്ന ആളുകളോടാണ് അതിൻ്റെ പ്രഥമ അഭിസംബോധന. കാരണം അവരുടെ നേതൃത്വത്തിൽ ആരാളുള്ളത്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണുള്ളത്. ഏത് വിഷയത്തിൽ അവരെന്തൊക്കെ അനുഭവിക്കുന്നു ആ വിഷയത്തിൽ. അവർ പട്ടിണിയിലാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണിയിലാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റിൽ 2 കല്ല് കെട്ടി മുതുകം നിവർന്നു നിൽക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടിയ അവസ്ഥ കാണുന്നത്. ചില സഹാബികളൊക്കെ ഒരു കല്ല് ഇങ്ങനെ വയറ്റിൽ കെട്ടി പിന്നെ പണിയെടുത്തത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ അവിടെ നോക്കി. അപ്പോൾ അതാണ് പിന്നെ ആ സന്ദർഭം നിങ്ങൾക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പ്രഥമമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബികളെയാണ്, ആ യുദ്ധ സാഹചര്യത്തിലുള്ള സഹാബികളെ. പക്ഷേ ഈ ആയത്തിൻ്റെ വിധി അവർക്ക് മാത്രമല്ല, പിന്നെയോ എല്ലാവർക്കുള്ള. അതുകൊണ്ടാണ് ഇവിടെ ലക്കും എന്ന് പറഞ്ഞത്, ലിസ്സഹാബ എന്ന് പറയാതെ. പിന്നെ അതിനെന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലക്കും എന്നുള്ളതിനെ ഒന്നുകൂടി വിശദീകരിച്ചു. ഇതാണ് ലക്കും എന്നുള്ളതിൻ്റെ ബയാനാണ് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ എന്ന് പറഞ്ഞത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്കും വലി ജമീഉൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ല, എല്ലാ മുസ്ലിമീങ്ങൾക്കും പറഞ്ഞില്ല, അല്ലെങ്കിൽ ലിൽ ആലമീൻ മുഴു ലോകർക്കും എന്ന് പറഞ്ഞില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഗുണങ്ങൾ ആരിൽ നിവേലിക്കുന്നു അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃക ഉൾക്കൊള്ളാൻ സാധിക്കൂ. അതാണ് 2 ഗുണങ്ങൾ ആരിൽ നിഴലിക്കുന്നുവോ നന്നായി തെളിയുന്നുവോ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കാൻ അവസരം ഉണ്ടാകൂ, സാധിക്കൂ എന്നുള്ളതാണ് ഉണർത്തുന്നത്. ആ 2 ഗുണങ്ങൾ ഒന്നെന്താണ്? റജ, പ്രതീക്ഷയാണ്. മറ്റൊന്ന് ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അദ്ദിക്റുല്ലാഹ് കസീറൻ, ധാരാളമായിട്ട് അള്ളാഹുവിന് ദിക്ർ എടുക്കുന്ന ആളുകളാണ്. ദിക്ർ യാതൊരു പ്രയാസമില്ലാതെ മനുഷ്യന് നേടാവുന്ന പണിയാണ്, പ്രവൃത്തിയാണ്, അമലാണ്. പക്ഷേ ആളുകൾ ദിക്റിൻ്റെ കാര്യത്തിൽ വളരെയധികം അശ്രദ്ധയിലാണ്. ഏതുപോലെ ഈ ഖന്തക്കിൻ്റെ തീരത്ത് ഈ കപടന്മാരെ പോലെ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലൻ, കപട വിശ്വാസികളാണ് പരിമിതമായ അളവിൽ അള്ളാഹിലേക്ക് ദിക്റെടുക്കുക. കപട വിശ്വാസികൾ അവർ വലിയ അശ്രദ്ധയിലായിരിക്കും, അവർക്ക് അള്ളാഹിനെ പ്രതീക്ഷയുണ്ടാവില്ല. വിശ്വാസികൾ അങ്ങനെയല്ല. വിശ്വാസികൾ സദാ അള്ളാഹുവെ പ്രതീക്ഷിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിന് ധാരാളമായിട്ട് ദിക്റെടുക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഈ റജായിൻ്റെ വിഷയം ഉണ്ടല്ലോ, അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണത്. നമ്മൾ അള്ളാഹുവെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ പ്രതീക്ഷിക്കേണ്ട മേഖല എന്തൊക്കെ? ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു കവിത പറഞ്ഞില്ലേ, യാ റബ്ബി ലൗ അളമത് ദുനൂബി കസറതൻ വലഖദ് അലിംതു ബി അന്ന അഫ്വക അളമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുജ്രിമുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു
അദൂക റബ്ബി കമാ അമർത തദർറുഅൻ ഫഇദാ റദത്ത യദി ഫമൻ ലാ യർഹമു മാലി ഇലൈക വസീലത്തുൻ ഇല്ല റജ വജമീലു അഫ്വക് സുമ്മ ഇന്നി മുസ്ലിമു. ആരാ ഇത് പാടിയത്? ആരെ വിഷയത്തിലാണ് ഇത് നമ്മൾ കേട്ടത്? ഇവിടെ ഞാൻ വിശദീകരിച്ചാണത്. ആ മയ്യത്ത് നിസ്കരിക്കാൻ വിസമ്മതിച്ച വിഷയമാണ്. എന്നാൽ ഷാഫി ഒരാൾ മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ വിസമ്മതിച്ചു. ആരാണ് ഒരാൾ? ഇദ്ദേഹം മഹാനായി മാറി. ഇത് അബൂ നുവാസ് എന്ന് പറയുന്ന കവിയാണ്. അബൂ നുവാസ് ഹാനി എന്ന് പറയുന്ന കവിയാണ്. അവൻ വൃത്തിയായിട്ട തൊള്ളയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നാല്. പക്ഷേ അദ്ദേഹം പിന്നെ പ്രസ്താവിച്ചു, അതിൽ പെട്ടതാണ്. അതിൽ നോക്കി നിങ്ങൾ, അതിൽ ആ കവിതയിൽ തന്നെ യാ റബ്ബി ഇൻ അബുമത് ദുനൂബി കസറത്തൻ, റബ്ബേ എൻ്റെ തെറ്റുകൾ എത്ര എണ്ണപ്പെരുപ്പമുള്ളതാണെങ്കിലും വലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅ്ളമു, നീ നൽകുന്ന പാപമോചനം, മാപ്പ്, അത് അതിനേക്കാൾ മഹനീയമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഇൻകാന ലാ യർജൂക ഇല്ലാ മുജ്രിം, ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ, സുഹൃതം ചെയ്തവർക്ക് മാത്രമേ നിന്നിൽ പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ എങ്കിൽ ഫബിമയ്യലൂദു വയസ്തജീറുൽ മുജ്രിമു, കുറ്റവാളി ഫബിമയ്യലൂദു വയസ്തജീർ, ആരെ കുറ്റവാളി ആശ്രയിക്കും? ആരോട് കുറ്റവാളി അഭയം തേടും? നല്ലത് ചെയ്തവർക്കേ നിന്നിൽ പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ എങ്കിൽ കുറ്റവാളികൾ ആരെയാണ് ആശ്രയിക്കുക, അവലംബിക്കുക? എന്നിട്ട് പറയണം അദൂക റബ്ബി കമാ അമർത തദർറുഅൻ, എൻ്റെ റബ്ബേ നീ കൽപ്പിച്ചതുപോലെ ഞാൻ നിന്നോട് ദുആ ഇരക്കുകയാണ്. നീ കൽപ്പിച്ചതുപോലെ തദർറുഅൻ, ഭവ്യമായി ഭക്തിയോടുകൂടി. ഫൈദാ റദത്ത യദി ഫമൻ ലാ യർഹമു, നീ എൻ്റെ കൈകൾ, ഞാൻ ഉയർത്തിയ കൈകൾ നീ തട്ടി മാറ്റിയാൽ പിന്നെ ആരാണ് എന്നോട് കരുണ കാണിക്കാനുള്ളത്? എന്നിട്ട് പറയണം മാലി ഇലൈക വസീലത്തുൻ ഇല്ല റജ, നിന്നിലേക്കടുക്കാൻ എൻ്റെ അടുക്കൽ ഒരു മാർഗവുമില്ല. ഇല്ല റജ, എന്തല്ലാതെ? പ്രതീക്ഷയല്ലാതെ, നിന്നിലുള്ള പ്രതീക്ഷയല്ലാതെ. അതുകൊണ്ട് നിന്നിലുള്ള പ്രതീക്ഷയെ മുറുകെ പിടിച്ച് അത് വസീലാക്കി ഞാൻ നിന്നിലേക്ക് അടുക്കുകയാണ്. വജമീലു അഫ്വക്, നിൻ്റെ ഭംഗിയാർന്ന മാപ്പു, അത് ഞാൻ നിന്നിലേക്ക് വസീലാക്കുകയാണ്. സുമ്മ ഇന്നി മുസ്ലിമു, പിന്നെ ഞാനൊരു മുസ്ലിമുമാണ്, അത് ഞാൻ നിന്നിലേക്ക് വസീലയാക്കണം എന്നിട്ടാണ് അദ്ദേഹം തേടിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വീകാര്യതയും അംഗീകാരവും വന്നതും. മനസ്സിലായത്? ഈ റജ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അള്ളാഹുവിൽ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് നമ്മളുടെ തെറ്റ് അള്ളാഹു പൊറുക്കും എന്നുള്ള പ്രതീക്ഷ. അതേപോലെ തന്നെ നമ്മളുടെ അമൽ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ. പിന്നെ നമ്മൾ ഇസ്തിഖാമത്തിൽ ഇതിൽ തുടരണം, അത് നമ്മുടെ പ്രതീക്ഷയാണ് അല്ലേ? ആ ഇസ്തിഖാമത്തിൽ ദീനിൽ ജീവിക്കാൻ അള്ളാഹു ഉദവിയേകും, എളുപ്പമേകും എന്നുള്ള പ്രതീക്ഷ. പിന്നെ നമ്മൾ അള്ളാഹിനോട് അടുക്കണം, അത് നമ്മുടെ പ്രതീക്ഷയാണ്. അതിനുവേണ്ടി അള്ളാഹിൽ പ്രതീക്ഷ പുലർത്തുക, അള്ളാഹിനോട് അടുക്കാൻ, അതേപോലെ തന്നെ സ്വർഗം നേടാൻ, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ, അതാണ് റജ. തെറ്റുകൾ പൊറുക്കപ്പെടണം, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണം, ഇസ്തിഖാമത്തിൽ ജീവിക്കണം, അള്ളാഹിനോട് അടുക്കണം, സ്വർഗത്തോടടുക്കണം, സൽപ്രവർത്തികളൊക്കെ നമ്മളിലുണ്ടാകണം എന്നല്ല. ഇതൊക്കെയാണ് നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ പുലർത്തേണ്ടത്. അതെപ്പോഴും നമ്മളിലുണ്ടാകണം, എപ്പോഴും. അതിന് അള്ളാഹിനെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാകണം? അള്ളാഹിനെക്കുറിച്ച് നമ്മൾ മതിപ്പുണ്ടാക്കണം. അള്ളാഹ് തന്നെ പറഞ്ഞെന്താ? യബ്ന ആദം മാ ദഅൗതനി വലാ റജൗതനി, എന്താ? യബ്ന ആദം, മനുഷ്യ, മാ ദഅൗതനി, നീ എന്നോട് ദുആ ചെയ്തില്ല, വലാ റജൗതനി, നീ എന്നിൽ പ്രതീക്ഷ പുലർത്തിയില്ല, റജാവ് വെച്ച് പുലർത്തിയില്ല. അതെന്താ പറഞ്ഞത്? ലാ ഉബാലി മാ കാന മിൻ ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു തന്നു. വല ഉബാലി അല മാ കാന മിൻക്, നിന്നിൽ നിന്ന് എന്ത് തന്നെ ഉണ്ടായിട്ടെങ്കിലും ഞാൻ പ്രശ്നമാക്കൂല, ഞാൻ നിനക്ക് പുറത്തു തരും. പക്ഷെ എന്ത് വേണം? ദഅൗതനി വറജൗതനി, നീ എന്നോട് ദുആ ചെയ്യണം, നീ എന്നെ പ്രതീക്ഷിക്കണം. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൻ്റെ മഹത്വമാണ്. മനുഷ്യ, നീ എന്നെ പ്രതീക്ഷിച്ചില്ല, നീ എന്നോട് ദുആ ചെയ്തില്ല, നിന്നിൽ നിന്ന് എന്ത് തന്നെ ഭവിച്ചാലും ഞാൻ അതൊക്കെ നിനക്ക് പുറത്തു തരും, ഞാൻ പ്രശ്നമാക്കൂല എന്ന് അള്ളാഹു പറയണം. അള്ളാഹിനെ കുറിച്ചുള്ള ആ റജ, ഏതൊക്കെ നമ്മൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ നമ്മൾ വന്നുപോയ തെറ്റുകളുടെ വിഷയത്തിൽ പ്രത്യേകിച്ച്. പിന്നെ പുണ്യങ്ങൾ പലതും ചെയ്തപ്പോൾ നമ്മളിൽ നിന്ന് പല ഹലലുകളും വന്നിട്ടുണ്ട്. പൂർണ്ണ അളവിൽ ആരാ ചെയ്തത്? ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു വിഷയവും അതിൻ്റെ പൂർണ്ണ അളവിൽ തികവിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. കുറവുകൾ സ്വാഭാവികമാണ്. അപ്പോൾ ആ കുറവുകൾ നികത്തി നമ്മൾക്ക് അള്ളാഹു സ്വീകരിക്കാനുള്ള പ്രതീക്ഷ, അത് അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ, തെറ്റുകൾ പൊറുക്കുമെന്നുള്ള പ്രതീക്ഷ. പിന്നെ നമ്മളൊരു നേർവഴിയിലെത്തി, ഇനി ആ നേർവഴിയിൽ ഇങ്ങനെ ഇടറാതെ, തളരാതെ, തകരാതെ ഇങ്ങനെ പോകാനുള്ള അവസരം അള്ളാഹു തരാനുള്ള പ്രതീക്ഷ.
പിന്നെ നമ്മൾ അള്ളാഹിനോട് അടുക്കാനാണ്. അപ്പോൾ അള്ളാഹു എന്നെ തന്നിലേക്ക് അടുപ്പിക്കുമെന്നുള്ള പ്രതീക്ഷ, സ്വർഗത്തിലേക്ക് അടുക്കാനാണ്. ആ സ്വർഗത്തിലേക്ക് അള്ളാഹു തന്നെ അടുപ്പിക്കുമെന്നുള്ള പ്രതീക്ഷ, അതൊക്കെയാണ് അള്ളാഹുവിൻ്റെ പ്രതീക്ഷയിൽ വേണ്ടത്, വിഷയീഭവിക്കേണ്ടത്. അതേപോലെ തന്നെ ഇതൊക്കെ ഒരു കേവലം പ്രയോഗമല്ല ഇത്. നമ്മൾ എത്ര ആയത്തുകൾ ഓതി, എത്ര ഹദീസുകൾ പറഞ്ഞതൊക്കെ ഈ കസീറൻ എന്ന് പറഞ്ഞത് എന്തിനാണ്? നമ്മളിന്ന് ധാരാളം ദിക്റുകൾ ഉണ്ടാകാനാണ്. ആ ദിക്റുകൾ നമ്മൾ നിർവഹിക്കാൻ ഒരു പ്രയാസമല്ല. നമ്മൾ എത്ര സമയങ്ങൾ, ഒഴിവ് സമയങ്ങൾ നമുക്കിങ്ങനെ പോയി പോകുന്നത്. നമ്മൾ കിടക്കുമ്പോഴാകട്ടെ, നമ്മൾ ഇരിക്കുമ്പോഴാകട്ടെ, നമ്മൾ നടക്കുമ്പോഴാകട്ടെ ഒക്കെ. പക്ഷേ ആളുകൾ ഒരു സുബ്ഹാനല്ലാഹ് പറയാം, ഒരു അൽഹംദുലില്ലാഹ് പറയാം. അത് നമ്മൾ മനസ്സ് വെക്കുക തന്നെ വേണം. അപ്പോഴേ അത് ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങളും പഠിപ്പിക്കണം. ഇപ്പോൾ ഒരാൾ ദിക്റിലിങ്ങനെ വരികയാണ്, അബൂമാമെ തോന്നുന്നു, അബൂമാം അൽബായിൽ ദിക്റിലിങ്ങനെ വരികയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ ദിക്ർ എടുക്കണമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ദിക്ർ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിനൊരു ഒരു അംഗീകാരവും, ഏറ്റവും ദിക്ർ എടുക്കുകയാണ് അദ്ദേഹം. പക്ഷേ ഏറ്റവും നല്ലതായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അനുബന്ധമായിട്ട് പറഞ്ഞു കൊടുത്ത്. അവിടെയാണ് നമ്മൾ എന്ത് സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ്, സുബ്ഹാനല്ലാഹി മിൽഅ മാ ഖലഖ്, സുബ്ഹാനല്ലാഹി അദദ മാ ഫിൽ അർളി വസ്സമാ, സുബ്ഹാനല്ലാഹി മിൽഅ മാ ഫിൽ അർളി വസ്സമാ, സുബ്ഹാനല്ലാഹി അദദ മാ അഹ്സാ കിതാബു, സുബ്ഹാനല്ലാഹി മിൽഅ മാ അഹ്സാ കിതാബു, സുബ്ഹാനല്ലാഹി അദദ കുല്ലി ഷൈഇൻ, സുബ്ഹാനല്ലാഹി മിൽഅ കുല്ലി ഷൈഇൻ. അത് ഞാൻ പറയുമ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രയോഗമാണ് അത് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ കൊണ്ടുവന്ന് ചെല്ലാൻ പറ്റും. അതേപോലെ അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ്, അൽഹംദുലില്ലാഹി മിൽഅ മാ ഖലഖ്, അൽഹംദുലില്ലാഹി അദദ മാ ഫിൽ അർളി വസ്സമാ, അൽഹംദുലില്ലാഹി മിൽഅ മാ ഫിൽ അർളി വസ്സമാ, അൽഹംദുലില്ലാഹി അദദ മാ അഹ്സാ കിതാബു, അൽഹംദുലില്ലാഹി മിൽഅ മാ അഹ്സാ കിതാബു, അൽഹംദുലില്ലാഹി അദദ കുല്ലി ഷൈഇൻ, അൽഹംദുലില്ലാഹി മിൽഅ കുല്ലി ഷൈഇൻ. എന്നിട്ട് പറഞ്ഞു കൊടുക്കണേ, രാവും പകലും തുടർച്ചയായി ദിക്ർ എടുത്തതുപോലെ ഇതൊരു ദിക്ർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്നാണ്. പക്ഷേ ദിക്റിൻ്റെ വിഷയത്തിൽ നമ്മൾ പലരും വളരെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇങ്ങനെ തുടങ്ങി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർ-റൂഹ്, സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയായി വൽ അളമ, ഇങ്ങനെ തുടങ്ങി ഉള്ള ദിക്റുകൾ നമ്മളിങ്ങനെ നാവിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം നടക്കുമ്പോഴൊക്കെ. ഞാൻ ഈ ദിക്ർ എടുക്കേണ്ട ടൈമാണല്ലോ അങ്ങനെ അലക്ഷ്യമായി അല്ലെങ്കിൽ ആലസ്യത്തിൽ പോണ് എന്നുള്ള ഒരു ബോധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ദിക്റിനെ അഭ്യസിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട ദിക്റുകളുണ്ടല്ലോ, ഇപ്പോൾ ഓരോ പുറപ്പെടുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ, ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങുമ്പോൾ, ഉണർന്നെഴുന്നേറ്റാൽ, അതേപോലെ മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ, മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ തുടങ്ങി ഇങ്ങനെയുള്ളൊക്കെ ഉള്ള ദിക്റുകളുണ്ടല്ലോ, അതൊക്കെ പ്രത്യേകം നമ്മൾ ഓർത്ത് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ സമയങ്ങളിൽ മനസ്സിൽ കൊണ്ട് നമ്മൾ ദിക്റെടുക്കുക എന്നുള്ളതാണ്. ഏതായാലും ഞാനിവിടെ ഇത് പറഞ്ഞത് വദക്കറല്ലാ എന്ന് പറഞ്ഞ് നിർത്താതെ അല്ലാഹു സുബ്ഹാനഹു വദക്കറല്ലാഹ കസീറൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാനാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു വിഷയം പറഞ്ഞത്. ഏതായാലും ദിക്ർ ഇത് ജീവിതത്തിൽ സാക്ഷാത്കരിച്ചവർക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃക കാണാൻ, മാതൃക ഉൾക്കൊള്ളാൻ അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു പ്രയോഗം അറിയിക്കുന്നത്. അതാണ് ഇത് മനസ്സിലാക്കാനുള്ളത്. ഖലാസ്. ഇനി ഈ ആയത്താണത്. വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ. നമുക്ക് അടുത്ത ആഴ്ചയിൽ തന്നെ കുറച്ച് വിഷയങ്ങളുള്ള ഒരു ആയത്താണത്. അതേപോലെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.